അയോധ്യയിൽ പുതിയ ബാബറി മസ്ജിദ് പണിയാൻ പാക് പട്ടാളക്കാർ തന്നെ ആദ്യം കല്ലിടുമെന്നാണ് പാക് സെനറ്ററായ പൽവാഷ ഇപ്പോൾ പുലമ്പുന്നത്. എന്നാൽ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല ചുട്ട മറുപടിയാണ് നൽകിയിരിക്കുന്നതും. ബാബറി മസ്ജിദ് പണിയാൻ പാക് പട്ടാളക്കാരാണ് തറക്കല്ലിടുന്നത്, അല്ലെങ്കിൽ ആദ്യം തറക്കല്ലിടുന്നതെന്ന് എവിടെയാണ് താങ്കൾ കണ്ടത്? സ്വപ്നത്തിലാണോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വിമർശിക്കുന്നത്. പാകിസ്ഥാനിലെ സെനറ്റ് യോഗത്തിലാണ് പാക് സെനറ്റർ പൽവാഷ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബാബറി മസ്ജിദിനു വേണ്ടി ആദ്യം ആസാൻ ചൊല്ലുക പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പട്ടാള മേധാവിയായ ആസിഫ് മുനീർ ആയിരിക്കുമെന്നും പൽവാഷ പറയുന്നുണ്ട്. എന്നാൽ ആസിഫ് മുനീർ ആകട്ടെ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ടിപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയാത്ത തരത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യ പട്ടാളക്കാരെ പാകിസ്ഥാനിലെ മരങ്ങൾ കെട്ടിത്തൂക്കുമെന്നും പൽവാഷ പറയുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ കൈ ഉയർത്തിയാൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ പ്രതീകമായ ചെങ്കോട്ടയിൽ രക്തപ്പുഴ ഒഴുക്കുമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഖലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗിനെ പൽവാഷ അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ എംപിയാണ് പൽവാഷ. 2021 മാർച്ച് മുതൽ തന്നെ സിനറ്റ് മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നേതാവാണവർ. അതേസമയം ഈ പ്രസ്താവനയ്ക്കെതിരെ രാഷ്ട്രീയ നിരീക്ഷകനായ രംഗത്ത് വരികയും ചെയ്തു. അയോധ്യയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച സ്ഥലത്ത് മസ്ജിദ് ഉയരുമെന്നും എന്നാൽ അത് നിർമ്മിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ ബാബറി മസ്ജിദിനുള്ള ആദ്യ ഇഷ്ടിക പാക് സൈനികർ അയോധ്യയിൽ പാകുമെന്നായിരുന്നു പാക് സെനറ്ററായ പൽവാഷ മുഹമ്മദ് സൈഖാൻ പറഞ്ഞത്. അവിടെ നിന്നുള്ള ആദ്യ ബാങ്കുവിളി പട്ടാള മേധാവിയായ ആസിഫ് മുനീറിൻ്റെതാകുമെന്നും പൽവാഷ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചതും. അയോധ്യയിലെ പുതിയ ബാബറി മസ്ജിദ് പാകിസ്ഥാൻ സൈന്യം തറക്കല്ലിട്ട ശേഷം ആദ്യ പ്രാർത്ഥന നടത്തുന്നത് പാക് സൈനിക മേധാവിയായ ആസിഫ് മുനീർ ആയിരിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ സെനറ്ററിന്റെ പ്രസ്താവന. അയോധ്യയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച സ്ഥലത്ത് മസ്ജിദ് ഉയരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അത് നിർമ്മിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളായിരിക്കും എന്നതാണ് പറയുന്നത്. ആസിഫ് മുനീർ അത് കണക്കാക്കുകയും ചെയ്യും. ഇക്കണക്കിന് മിക്കവാറും ഹൂറി സമേതയായിട്ടാണ് കണക്കാക്കാനാണ് സാധ്യത. അഥവാ TV-യിലാണ് കാണുന്നതെങ്കിൽ ഓന്റെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി എന്നതായിരുന്നു ശ്രീജിത്ത് പണിക്കർ കുറിച്ചത്. അതേസമയം കഴിഞ്ഞ മാസം 22-ാം തീയതിയായിരുന്നു 26 പേരുടെ മരണത്തിന് ഇടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. ലഷ്കർ ഇ തോയ്ബ റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി ബന്ധമുള്ള 5-6 ഭീകരരായിരുന്നു പഹൽഗാമിൽ 26 പേരെ കൊലപ്പെടുത്തിയതും. അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് നടത്തിയതും. സമീപ വർഷങ്ങളിൽ താഴ്വരയിൽ ഉണ്ടായ ഏറ്റവും മാരകമായ സിവിലിയൻ ആക്രമണമായ കൂട്ടക്കൊല വൻ ജനരോക്ഷത്തിന് കാരണമാവുകയും ഇതിനകം തന്നെ വഷളാകിയ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. കൂട്ടക്കൊലയ്ക്ക് മറുപടിയായി പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ കഴിഞ്ഞയാഴ്ചയാണ് താൽക്കാലികമായി റദ്ദു ചെയ്യുകയും ഇസ്ലാമാബാദുമായുള്ള നയതന്ത്ര ബന്ധം തഴം താഴ്ത്തുകയും ചെയ്തത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകി വരുന്ന നിലവിലുള്ള എല്ലാ സാധുവായ വിസകളും ന്യൂഡൽഹി റദ്ദാക്കുകയും ചെയ്തിരുന്നു. പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ എല്ലാ വ്യാപാരവും നിർത്തിവെക്കുകയും ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചിടുകയും ചെയ്തു. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം തങ്ങൾക്കായി ഉദ്ദേശിച്ച വെള്ളം വഴിതിരിച്ചു വിടാനുള്ള ഏതൊരു ശ്രമവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത്. അതേസമയം മാരകമായ അക്രമങ്ങൾ നടത്തിയവരെ മാത്രമല്ല പിന്നിൽ ഒളിച്ചിരിക്കുന്നവരെയും ശിക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു. അതിന് ഗൂഢാലോചന നടത്തിയവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നും തീവ്രവാദ കേന്ദ്രത്തിൽ അവശേഷിക്കുന്ന എല്ലാം തന്നെ നശിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും 140 കോടി ആളുകളുടെ ഇച്ഛാശക്തി ഭീകരതയുടെ യജമാനന്മാരുടെ നട്ടെല്ല് ഒടിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.